ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാകാരത്തിന്റെ ഉള്ളിലുള്ള ആ സമാഗമന കൂടാരത്തെക്കുറിച്ചാണ്. പ്രാകാരം നമ്മൾ കണ്ടു, 150 അടി നീളം, 75 അടി വീതിയിലെ ഒരു പ്രത്യേക സ്ഥലം മരുഭൂമിയിൽ വേർതിരിച്ചെടുക്കാനും എങ്ങനെ വേർതിരിച്ചെടുക്കണമെന്നുള്ള ദൈവം പറഞ്ഞു. അതിനൊരു വാതിലേ ഉള്ളൂ. ആ വാതിലൂടെ അകത്ത് കിടക്കുമ്പോൾ ആദ്യം യാഗപീഠവും പിന്നീട് പിത്തളത്തൊട്ടിയും, അതിൻ്റെ ശേഷം നമ്മൾ കാണുന്നത് സമാഗമന കൂടാരമാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഇറങ്ങി വസിക്കുന്ന പ്രതലമാണ്. നമ്മൾ അതിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തുവെന്നാണ് വിശ്വാസം. തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. 1-2 വാക്യം വായിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കാം. യഹോവ മോശയോട് കൽപ്പിച്ച എന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ദേവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. പിന്നീട് ദൈവം ലിസ്റ്റ് പറയുകയാണ്. നല്ല മനസ്സോടെ തരുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ നിവാസം പണിയുവാൻ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് ആവശ്യപ്പെട്ടു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഫ്രീ വിൽ ഓഫറിങ്. അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് കൊടുക്കുന്നത് അവൻ വാങ്ങി, അവൻ ഈ ഭൂമിയിൽ വസിക്കാൻ ഒരു മന്ദിരം ഉണ്ടാക്കുവാനായിട്ട് മോശയോട് കൽപ്പിക്കുകയാണ്. അവിടെ ദൈവത്തിന് എന്തെല്ലാം വേണം, അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു. അത് ഫ്രീ വില്ലായിട്ട് ഈ ജനം കൊടുക്കുന്നതാണ്. എന്നാൽ അതിൽ ഒരു എക്സെപ്ഷൻ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചതാണെങ്കിൽ ഞാനൊന്ന് വായിച്ചോട്ടെ. പുറപ്പാട് 30-ാം അധ്യായം എടുത്താട്ടെ. ദർ ഈസ് വൺ എക്സെപ്ഷൻ. ഒരു സ്വമേധയായി കൊടുക്കുന്നത് കൂടാതെ ഒരു എക്സെപ്ഷൻ കാണുന്നുണ്ട്. അതിൻ്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. പുറപ്പാട് 30-16. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാത്ത ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കണം. നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വായിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 11-ാം വാക്യം നോക്കിയാട്ടെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. നമ്മളത് ശ്രദ്ധിക്കുകയുണ്ടായി. 1/2 ശേക്കൽ വെള്ളി കൊടുക്കണം. നോക്കുക, അത് സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. നമ്മൾ ഓർക്കുക, ഇത് നിർബന്ധമായി കൊടുക്കേണ്ടതാണ്. അതായത് ജനസംഖ്യ എടുക്കുമ്പോൾ, സെൻസസ് എടുക്കുമ്പോൾ, ജനത്തിന്റെ എണ്ണം എടുക്കുമ്പോൾ അവരുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്ത ദ്രവ്യമായി 1/2 ശേക്കൽ വെള്ളി കൊടുക്കണം. നമ്മൾ പ്രത്യേകം ഓർക്കണം, ജനസംഖ്യ എടുക്കുമ്പോൾ എന്തിനാണ് ഈ പ്രായശ്ചിത്ത ദ്രവ്യം കൊടുക്കുന്നത്? നമുക്ക് മനുഷ്യ മനസ്സറിയാം. മനുഷ്യൻ വീഴ്ചയുള്ളവനാണ്, വീണുപോയവനാണ്, പാപത്തിന്റെ പ്രകൃതിയുള്ളവനാണ്. നോക്കുക, ഒരു രാജ്യം അവരുടെ സൈന്യത്തിന്റെ ബലം കരുതുന്നത് ആ നാളുകളിൽ ജനസംഖ്യക്കൊത്തവണ്ണമാണ്. എത്രയും കൂടുതൽ ജനസംഖ്യയുണ്ടോ അത്രയും സൈന്യത്തിന് ബലമുണ്ട്. നമ്മൾ കാണുന്നുണ്ട് അത് തിരുവചനത്തിൽ. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് ഇത് എല്ലാ മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്ന, യഹൂദനെന്നോ യവനെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാ മനുഷ്യ മനസ്സിലും ഈ വിധത്തിലുള്ള ഒരു 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 പ്രവണതയുണ്ട്. ജനസംഖ്യ എടുക്കുമ്പോൾ അവരുടെ സൈനിക ബലം അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നു എന്നൊരു ബോധമുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രാണന് വേണ്ടി 1/2 ശേക്കൽ വെള്ളി പ്രായശ്ചിത്ത ദ്രവ്യമായി കൊടുക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവമാണ് അവർക്ക് ഒരു 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 കാവൽ ആയി നിൽക്കുന്നത്. ദൈവമാണ്. ദൈവത്തെ കൂടാതെ അവർക്ക് ഒരു സുരക്ഷിതത്വമില്ല. ശത്രുക്കളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ രാജ്യം. നമുക്ക് അവരുടെ ചുറ്റും ശത്രുക്കളുണ്ട്. അവരെ കൊന്നൊടുക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. അവര് ദൈവം കൊടുത്ത സ്ഥലം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ആ സ്ഥലത്തിൽ പാർക്കുമ്പോൾ അവരുടെ സൈന്യബലം കൊണ്ടല്ല. നമ്മൾ പഠിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ് അവരെ സൂക്ഷിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് അവരുടെ ജനസംഖ്യ എപ്പോഴെങ്കിലും എടുക്കുകയാണെങ്കിൽ 1/2 ശേക്കൽ വെള്ളി വെച്ച് കൊടുക്കണം ഒരു പ്രായശ്ചിത്ത ദ്രവ്യമായി. നമ്മൾ 2 ശമൂവേൽ 24 കാണുന്നുണ്ട്. ദാവീദിന്റെ ഹൃദയത്തിൽ ജനത്തെ എണ്ണുവാൻ തോന്നിച്ചു. ജനത്തെ എണ്ണി. എന്താ അവിടെ സംഭവിച്ചത്? 2 ശമൂവേൽ 24:15 വായിക്കുന്നു, ദാവീദ് 1/2 ശേക്കൽ വെള്ളി വെച്ച് അവിടെ കൊടുത്തില്ല. ഏതാണ്ട് 70,000 ആളുകൾ അവിടെ മരിക്കുന്നതായിട്ട് കാണുന്നു. 70,000 ആളുകൾ. പിന്നീട് അതിൻ്റെ പ്രായശ്ചിത്തമൊക്കെ കഴിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഒറന്നോന്റെ കളത്തില് യാഗപീഠം പണിത് ദൈവത്തിന് യാഗമൊക്കെ അർപ്പിക്കുന്നത് നമ്മൾ അവിടെയാണ് കാണുന്നത്. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്.
പുതിയ നിയമത്തിലേക്കും അതിനെക്കുറിച്ചുള്ള റെഫറൻസ് നമ്മൾ കണ്ടു. മത്തായി 17:24 27 ദ്രഹ്മപ്പണം എന്ന് പറയുന്നത് പിന്നീടുള്ള കാലത്തിൽ ഈ ടെമ്പിൾ ടാക്സ് ആയിട്ട്, അതായത് ദേവാലയത്തിന്റെ മെയിൻ്റനൻസിന് വേണ്ടി ഒരു ടാക്സ് ആയിട്ട് ഇത് തീർന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ അവിടെ നിൽക്കട്ടെ, ഈ വെള്ളിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പഠിപ്പിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ സംഖ്യാപുസ്തകം 2-ാം അധ്യായം, ഞാനെടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 2 അതെടുക്കുമ്പോൾ ജനസംഖ്യ അവിടെ അവരുടെ ഓരോ ഗോത്രത്തിൻ്റെയും പുരുഷന്മാരുടെ എണ്ണം അല്ലെങ്കിൽ ജനസംഖ്യ അവിടെ എഴുതിയിട്ടുണ്ട്. അത് സാധാരണ എണ്ണുന്നത് 20 വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ ജനസംഖ്യയാണ്. നോക്കുക, നമ്മളവിടെ കാണുന്നുണ്ട് ഏതാണ്ട് 6,03,550 പേരെ എണ്ണുന്നു. 6,03,550 പേരെ എണ്ണുന്നു. അത് അരശേക്കൽ വെള്ളി വെച്ച് കൊടുക്കുമ്പോൾ ഏതാണ്ട് 6,03,550 പേരെയാണ് എണ്ണിയത്. അതിന്റെ പകുതി 3,01,775 ഷേക്കൽ വെള്ളി കിട്ടി. നമ്മൾ നോക്കുക, ഇത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സമാഗമന കൂടാരത്തിന്റെ പലകകൾ നമ്മൾ കണ്ടു. അത് ഏതാണ്ട് 100 എണ്ണം വരും. 100 സോക്കറ്റ് വേണം. അതായത് 50 പലകകളാണ്. 20 പലക വടക്ക്, 20 പലക തെക്ക്, പിന്നെ കിഴക്ക് ഭാഗത്ത് 6ഉം അതിൻ്റെ മൂലപ്പലകകളായിട്ട് 2, അങ്ങനെ 10. ചുരുക്കി പറഞ്ഞാല് നമ്മൾ എണ്ണുകയാണെങ്കിൽ ഏതാണ്ട് 50 പലകകൾ വേണം സമാഗമന കൂടാരം. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം അത് തുറന്നിട്ടിരിക്കുകയാണ്. അത് കർട്ടൻ കൊണ്ട് മറയ്ക്കുന്നേ ഉള്ളൂ, അവിടെ പലകയില്ല. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു പലകയ്ക്ക് 2 വെള്ളിച്ചുവടാണ്. ഒരു പലകയ്ക്ക് 2 വെള്ളിച്ചുവടാണ്. ഒരു ചുവടെന്ന് പറയുന്നത് ഏതാണ്ട് 125 റാത്തലുണ്ട്. 125 റാത്തൽ. അങ്ങനെയാണെങ്കിൽ 100 ഗുണം 125 എന്ന് പറയുന്നത് 12,500 റാത്തലുണ്ട്. 12,500 റാത്തൽ. ഈ റാത്തലിനെ നമ്മുടെ കിലോഗ്രാം ആക്കി മാറ്റാൻ 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു 2.2 റാത്തലാണ് 1 കിലോഗ്രാം. 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏതാണ്ട് 5,681 കിലോഗ്രാം എന്ന് കിട്ടും. 5,681 കിലോഗ്രാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 5.6 or 7 ടൺ. അതായത് ദൈവത്തിന്റെ മന്ദിരമായ സമാഗമന കൂടാരം, അതിൻ്റെ 50 പലകൾ, ഓരോ പലകയുടെ ചുവട്ടിൽ 2 വെള്ളിക്കട്ടികളാണ്. ഓരോ കട്ടിയുടെ വെയിറ്റ് നമ്മൾ കണ്ടു, ഏതാണ്ട് 125 റാത്തലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടതുപോലെ ഏതാണ്ട് 5,681 കിലോഗ്രാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 5.6 അല്ലെങ്കിൽ 5.7 ടണ്ണ്. എൻ്റെ സഹോദരന്മാരെ, വളരെ ഗൗരവമായി ഓർക്കുക, സമാഗമന കൂടാരം ദൈവത്തിന്റെ നിവാസമായ, ദൈവം വസിക്കുന്ന സമാഗമന കൂടാരം, അതിൻ്റെ ചുവടെന്ന് പറയുന്നത് ഏതാണ്ട് 5.7 ടണ്ണാണ്. ആലോചിച്ച് നോക്കിക്കേ, ഏതാണ്ട് 5.6 or 5.7 ടൺസ് ഓഫ് സിൽവർ. നമ്മൾ നേരത്തെ കണ്ടു, പ്രായശ്ചിത്തമായി കൊടുക്കുന്നതാണ്, പ്രായശ്ചിത്ത ദ്രവ്യമാണ് അരശേക്കൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ, അതായത് വീണ്ടെടുപ്പിന്റെ മനോഹരമായ ചിത്രമാണ് വെള്ളി. നമ്മൾ നോക്കിയാൽ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു, യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. മനുഷ്യന്റെ പ്രാണന്റെ വില നമ്മൾ ഇവിടെ കണ്ടതുപോലെ പ്രായശ്ചിത്ത ദ്രവ്യം അരശേക്കൽ വെള്ളിയാണ്. വെള്ളിയിലാണ് ജീവന്റെ വില കണക്കാക്കിയത്. പ്രായശ്ചിത്ത ദ്രവ്യം എന്ന് പറയുന്നത് വെള്ളിയാണ്. വെള്ളി തിരുവചനത്തിൽ വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, സമാഗമന കൂടാരം ദൈവത്തിന്റെ നിവാസം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പുതിയ നിയമസഭയുടെ നിഴലാണത്. ആ പുതിയ നിയമസഭ നിലനിൽക്കുന്നത് നമ്മൾ ഓർക്കണം, വെള്ളി ചുവട്ടിലാണ്, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലാണ്. കർത്താവ് ക്രൂശീകരിക്കപ്പെട്ട് മരിക്കാതെ, അവന്റെ ജീവൻ നമുക്കായി നൽകാതെ ദൈവസഭയുടെ പണി നടക്കില്ല. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ഫ്യൂച്ചർ ടെൻസ് ആണ്.
ഭാവികാല പ്രയോഗമാണ്. കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ സഭയുടെ പണി നടക്കുന്നില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. കാരണം യേശുക്രിസ്തു മരിച്ചുയർക്കണം, എങ്കിൽ മാത്രമേ സഭയുടെ പണി നടക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടതുപോലെ ആ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ മനോഹരമായ ചിത്രം, സഭ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ ഓർത്തതുപോലെ ഏതാണ്ട് 5.6 അല്ലെങ്കിൽ 5.7 ടണ്ണ് വെള്ളിയിലാണ്. അതിന്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. ഇനി നമുക്ക് അടുത്ത പഠനത്തിലേക്ക് കടക്കാം. ഏതാണ്ട് ഇത്രയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് ഓടിച്ച് ചിന്തിച്ചു. ഞാൻ ഇനി പുതിയൊരു പഠനത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് എടുക്കാം, നമുക്ക് ഒരു ഭാഗം എടുക്കാം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം ഈ പലകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. വാസ്തവത്തിൽ ഞാൻ ഇന്ന് വളരെ പ്രഭാതത്തിൽ ഉണർന്ന് ഈ ഭാഗം എടുത്തു വെച്ച് ധ്യാനിച്ചപ്പോൾ വളരെ 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 സന്തോഷം, മനസ്സിൽ വളരെ ആനന്ദം തോന്നി. നിങ്ങൾക്കും അത് ഉണ്ടാകണം. അത്ര ദൈവിക സത്യങ്ങൾ നമുക്കിവിടെ ലഭിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇവിടെ കാണുകയാണ്. നോക്കുക, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 15 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 15 തൊട്ട് 29 വരെയുള്ള വാക്യമാണ് ഈ പലകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. എന്നാൽ അതിലെ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പഠനം പോവുകയാണ്. നമുക്ക് ആ 15-ാം വാക്യം ഒന്ന് വായിക്കാം. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകൾ ഉണ്ടാക്കണം. ഓരോ പലയ്ക്ക് 10 മുഴം നീളം, 1.5 മുഴം വീതി ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടാക്കണം. തിരുനിവാസന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് പിന്നെ അതിന്റെ എണ്ണമൊക്കെ പറയുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രയോഗം കണ്ടോ, നിവരെ നിൽക്കുന്ന പലകകൾ. സോന്മാരെ അതൊന്ന് നോട്ട് ചെയ്താട്ടെ. ഞാൻ എൻ്റെ ബൈബിളിൽ ചുവന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. തിരുനിവാസത്തിന് ഖദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകൾ ഏതാണ്ട് 50 പലകകൾ. 20 വടക്ക്, 20 തെക്ക്, 20 അതായത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 20 എണ്ണം, അങ്ങനെ 50 എണ്ണം വരും. 50 എണ്ണത്തിന് അതിൻ്റെ ചുവട്ടില് നമ്മൾ ഓർത്തു 100 കട്ടകൾ. ഓരോ ചൂടിനും ഈ 2 വെള്ളിക്കട്ടകളാണ്. 125 റാത്തലുള്ള ഓരോ വെള്ളിക്കട്ട. ആ വെള്ളിക്കട്ടയിലെ കിഴുത്തയുണ്ട്. ആ കിഴുത്തയിലോട്ട് കയറ്റിയിടുന്നതാണ് ഈ പലകയിൽ കാണുന്ന 2. നമ്മളിവിടെ വായിക്കുന്നു 2. ഓരോ പലകയ്ക്ക് 10 മുഴം നീളം, 1.5 മുഴം വീതി. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്ന് 2 കുടുമ അല്ലെങ്കിൽ ടെനോൺസ്, 2 കൈകൾ എന്നാണ് വായിക്കുന്നത്. എന്നാൽ അതല്ല ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ പലകളെ കുറിച്ച് ദൈവം പറയുമ്പോൾ ഒരു കാര്യം ദൈവം എടുത്തു പറഞ്ഞു. നിവരെ നിൽക്കുന്ന പലകൾ, ബോട്ട്സ് ഓഫ് ഷിറ്റിംഗ് ബോട്ട് സ്റ്റാൻഡിങ് അപ്പ്. അല്ലെങ്കിൽ എത്ര മനോഹരമായൊരു ചിത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ചിത്രമെന്നുള്ളത് നമ്മൾ ഓർക്കുക. ഈ നിവരെ നിൽക്കുന്ന പലകൾ നോക്കുക, ഇത് ഖദിരമരം കൊണ്ടാണ്. നമുക്കറിയാം ഖദിരമരം ഈ ഭൂമിയിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, നമ്മൾ ഓർത്തതുപോലെ പഠിച്ചതുപോലെ സീനായി മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഈ ഖദിരമരം. ഖദിരമരത്തെ സാധാരണ കാണുന്നത് മരുഭൂമികളിലാണ്. ഈ സീനായി മരുഭൂമിയില് ധാരാളം ഖദിരമരങ്ങളുണ്ട്. ആ ഖദിരമരങ്ങളൊക്കെ നേരെ നിൽക്കുന്നതാണ്. നമ്മൾ കണ്ടു, അതിൻ്റെ ചിത്രമൊക്കെ നമ്മൾ കണ്ടു. മരുഭൂമിയിലെ ഖദിരമരങ്ങളൊന്നും നമ്മൾ കാണുന്ന പോലെ നേരെ നിൽക്കുന്ന വൃക്ഷങ്ങളൊന്നും അല്ല. അത് വളഞ്ഞും പുളഞ്ഞും ഒക്കെ നിൽക്കുന്ന വൃക്ഷങ്ങളാണ്. നിങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്താൽ ഇത് കാണാൻ സാധിക്കും. ഈ മരുഭൂമിയിലെ ഖദിരമരങ്ങളൊക്കെ അത് വളഞ്ഞും പുളഞ്ഞുമുള്ള തടികളുള്ള അല്ലെങ്കിൽ അതിൻ്റെ തടിയുള്ള ഒരു വൃക്ഷമാണ് ഖദിരമരം. ഇവിടെ പ്രധാനമായി നമ്മൾ ഓർക്കണം, അത് ഭൂമിയിൽ നിന്നുള്ളതെന്ന് മാത്രമല്ല, അത് സീനായി ഡെസേർട്ടിൽ നിന്നുള്ളതാണ് ഈ ഖദിരമരങ്ങൾ. ഇവിടെ അങ്ങനെ മുമ്പ് നമുക്കൊരു ഒരു 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 മനോഹരമായ ചിത്രം കിട്ടുന്നുണ്ട്. ഈ ഖദിരമരത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന പലകളാണ് ദൈവത്തിന് വസിക്കാൻ ഉതകുന്ന ആ ഭവനം ഉണ്ടാക്കാൻ എടുത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓർത്താല് നോക്കുക, ഈ മരുഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ, മരുഭൂമിയിൽ എന്താ അധികം വൃക്ഷമില്ലാത്തത്? മരുഭൂമിയിൽ അധികം വൃക്ഷം കാണാത്തതിന്റെ കാരണം അവിടെ വെള്ളം വളരെ കുറവാണ്. ചില വൃക്ഷങ്ങൾ മാത്രമേ അവിടെ സർവൈവ് ചെയ്യത്തുള്ളൂ.
അതിൻ്റെ വേരുകൾ എവിടെയോ ദൂരെ പോയി അതിന് വേണ്ട അല്പം വെള്ളമൊക്കെ വലിച്ചെടുക്കും. ആ വിധത്തിൽ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷമാണ് ഈ ഖദരമരം. ഈ ഖദരമരത്തിന്റെ പ്രത്യേകത നമ്മൾ ഓർത്തു, അതിന് അല്പം വെള്ളം അതിൻ്റെ വേരുകൾ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ആ വൃക്ഷത്തെ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുമാതിരി ഒരു മുരടിച്ച ഒരു മരം പോലെയാണ് നിൽക്കുന്നത്, ബാരനസ്. ഞാൻ രാവിലെ അത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ചിത്രം 2 ശമൂവേൽ 9-ാം അധ്യായത്തിലെ ചിത്രമാണ്. ഒരു നിമിഷം നമുക്ക് നോക്കാം. ഈ മരുഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷം പോലെ മനോഹരമായൊരു ചിത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ചിത്രം. 2 ശമൂവേൽ 9-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പഠനത്തിന് വേണ്ടി രേഖപ്പെടുത്തി. നോക്കുക, 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ദാവീദ് അന്വേഷിക്കുകയാണ്, യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കണമെന്ന് ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? അവസാനം ഒരുത്തനെ കണ്ടെത്തി, അവന്റെ പേരാണ് മെഫീബോശേത്ത്. പക്ഷെ അവൻ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാമോ? അവന് താമസിക്കുന്നത് നമ്മൾ വായിക്കുന്നു അതിൻ്റെ 5-ാം വാക്യം. ഇവിടെ വായിക്കുന്നു, അപ്പോൾ ദാവീദ് ആളയച്ച് ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ഇവൻ എവിടെയാ താമസിക്കുന്നത്? ഇവൻ താമസിക്കുന്നത് ലോദേബാരില. നമ്മൾ ഇനിയും ഒരു മാപ്പ് എടുത്തു വെച്ച് ഈ ലോദേബാർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ നോക്കിയാല് ഗിൽഗാലിന്റെ, അതായത് ജോർദാൻ നദിയുടെ അപ്പുറത്തെ കരയിലുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. യോർദാൻ നദിയുടെ അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേക ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ലോദേബാർ എന്ന വാക്കിന്റെ അർത്ഥം എ പ്ലേസ് വെർ ദർ ഇസ് നോ പാസ്ചർ, മേയുവാൻ ഇടമില്ലാത്ത സ്ഥലം. ഒരു വരണ്ട ഭൂമി ആയിരിക്കുമെന്ന് വിചാരിക്കുക. യോർദാൻ നദിയുടെ മറുകരയിൽ അപ്പുറത്തുള്ള സ്ഥലമാണ് അത്. ഏതാണ്ട് ഒരുമാതിരി ഇവിടെ നമ്മൾ കാണുന്നു ലോദേബാർ, കണ്ടോ? ആ ചിത്രത്തിൽ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ലോദേബാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എ പ്ലേസ് വെർ ദർ ഈസ് നോ പാസ്ചർ, മേയുവാൻ ഇടമില്ലാത്ത സ്ഥലം. ഇനി ഒന്ന് നോക്കിയേ, ദാവീദ് ദയ കാണിച്ചു, മെഫിബോശത്തിനെ അവിടെ നിന്ന് പൊക്കുകയാണ്. ഇപ്പോൾ ദാവീദ് ദയ കാണിച്ചു, ഇപ്പോൾ അവന്റെ സ്ഥിതി എവിടെയാണ്? അതിന്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. 7-ാം വാക്യം, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരും, നീയോ നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. ദാവീദ് ഒരു കൽപ്പന കൊടുക്കുകയാണ്, നിത്യം നീ എൻ്റെ മേശയിൽ ഭക്ഷിക്കണം. എൻ്റെ സഹോദരന്മാരെ, ഈ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. മേയുവാൻ ഇടമില്ലാത്ത ലോദേബാരിൽ കഴിഞ്ഞ മെഫിബോശേത്ത്, അവനോട് ദാവീദ് ദയ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നവൻ എവിടെയാ ഭക്ഷിക്കുന്നത്? ദാവീദ് രാജാവിന്റെ മേശയിൽ ഭക്ഷിക്കുകയാണ്. ഈസ് ഈറ്റിംഗ് അറ്റ് ദ ടേബിൾ ഓഫ് ഡേവിഡ്. ആ ദാവീദിന്റെ മേശ എത്ര വിഭവ സമൃദ്ധമായിരുന്നു. നമ്മുടെ ചിത്രമല്ലേ? ഈ ഭൂമിയിലെ വരണ്ട നിലത്തിലെ ഒന്നുമില്ലാത്തൊക്കെ ഭക്ഷിച്ച് ആത്മീകമായ ഒരു പോഷണം ലഭിക്കാതെ ജീവിച്ച നമ്മളെ കർത്താവ് കരുണ കാണിച്ച ശേഷം നാം ഇന്ന് ഭക്ഷിക്കുന്നത് എവിടെയാണ്? രാജമേശയിലാണ്. രാജകീയ ഭോജനമാണ്. എത്ര മനോഹരമാണ്. ഈ ഖദരമരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. നമ്മൾ ഖദരമരങ്ങളെ കുറിച്ച് വായിച്ചു. ഖദരമരങ്ങളിൽ നിന്ന് പലകൾ മുറിച്ചെടുക്കുകയാണ്. സീനായി മരുഭൂമിയിൽ വസിച്ചിരുന്ന ഈ ഖദരമരങ്ങളെ മുറിച്ച് അതിൽ നിന്ന് പലകൾ ചെത്തിയെടുത്ത് ദൈവത്തിന് നിവാസമാക്കുവാൻ കൊണ്ടുപോകുന്നത് പോലെ എന്നെയും നിങ്ങളെയും വാസ്തവത്തിൽ ദൈവം ഒരു വലിയ പ്രവൃത്തി നടത്തി. ഞാൻ ഒരു കാര്യം ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചത്, നോക്കുക, ഒരിക്കൽ ആ ഖദരമരങ്ങൾ ആ മരുഭൂമിയോടുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ വേരുകൾ മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ആ പഴയ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് അതങ്ങനെയല്ല. അത് മുറിച്ചെടുത്തു, അത് പലകളാക്കിയെടുത്തു, അതിനെ ചെത്തിയെടുത്തു. നോക്കുക, അതിനെ ഉണക്കിയെടുത്ത് ആ പലകളെ ഉണക്കി അതിൻ്റെ സ്വയമൊക്കെ മാറി അതിൻ്റെ മുട്ടുകളും അതിൻ്റെ ഹാർഡ്നെസ്സും ഒക്കെ ചെത്തി വെടിപ്പാക്കി കൃത്യമായ പലകളാക്കി മാറ്റി. അതിൻ്റെ ശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, പുറപ്പാട് ദിവസം 26-ാം അധ്യായം നോക്കിയാട്ടെ. പുറപ്പാട് ദിവസം 26-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നോക്കിയാട്ടെ.
പലക പൊന്നുകൊണ്ട് പൊതിയണം. ഈ പലകള് ചെത്തിയെടുത്ത ശേഷം പൊന്നുകൊണ്ട് പൊതിയുകയാണ്. എന്താണ് ഈ പൊന്ന്? ഡിവൈൻ റൈച്ചസ്നെസ്, ദൈവിക നീതിയാണ്. ദൈവിക നീതി. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് വീണ്ടെടുപ്പും ശുദ്ധീകരണവും ഒക്കെ ആയി എന്ന് നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:21, റോമലേഖനം 3:21 നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരികയാണ്. എൻ്റെ സഹോദരന്മാരെ, എത്ര മനോഹരമായ ചിത്രം! ഈ ലോകത്തിൽ വേരുകൾ ഇറങ്ങിക്കിടക്കുകയായിരുന്നു. നമ്മൾ ഒരിക്കല് ഈ വെയിൽ കൊണ്ട് ആ മരുഭൂമിയിലെ കഠിന ചൂടിൽ ഈ മരങ്ങളൊക്കെ കരിഞ്ഞ് അതൊക്കെ ദ്രവിച്ച മരുഭൂമിയിൽ പോകേണ്ടതാണ്, യാതൊരു വിലയുമില്ല. എന്നാൽ അവയിൽ നിന്ന് ചില പലകളെ ദൈവം മുറിച്ചു മാറ്റുന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപ കടന്നു വന്നു. നമ്മളെ മുറിച്ചെടുത്ത് ആ പലകൾ ഉണങ്ങിയിട്ട് അതിൻ്റെ മൊട്ടുകളും അതിൻ്റെ കഠിനമുള്ള ഭാഗങ്ങളൊക്കെ ചെത്തി വെടിപ്പാക്കി അതിനെ നേർപലകളാക്കി തീർത്ത ശേഷം അതിനെ തനി തങ്കം കൊണ്ട് പൊതിയുകയാണ്. യേശു ക്രിസ്തുവിൽ നമ്മളെ പൊതിഞ്ഞു. മാത്രമല്ല അതിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ, ഓരോ പലയ്ക്ക് ഓരോന്നായി ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടാക്കണം. 2 കുടുമ എന്നുള്ളത് ടെനോൺസ്, അതിന്റെ പച്ച അർത്ഥം അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായ അർത്ഥം 2 ഹാൻഡ്സ് എന്നാണ്. 2 കരങ്ങൾ ഉണ്ടാക്കണം. ആ പലകയുടെ ചോട്ടിൽ 2 കാല് പോലെയുണ്ട്. ഈ പലകളെ കുറിച്ച് ദൈവം നേരെ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. ഈ പലകളെ കൊണ്ടാണ് ദൈവത്തിന്റെ നിവാസം ദൈവം ഉണ്ടാക്കുന്നത്. ഈ രണ്ട് ചുവടുകൾ ഉണ്ടല്ലോ, ആ 2 ചുവടുകള് ഓരോ വെള്ളിക്കട്ടയിൽ, ഓരോ വെള്ളിക്കട്ട 125 റാത്തിലുള്ള ഓരോ വെള്ളിക്കട്ടയുടെ അകത്തോട്ട് ഈ ടെനോൺസ് അല്ലെങ്കിൽ ഈ കുടുമകൾ കയറ്റിയിടുകയാണ്. അപ്പോൾ 2 കട്ടയിൽ 2 കുടുമ കയറ്റിയിടുമ്പോൾ ഈ പലക നേരെ നിൽക്കും. നിവരെ നിൽക്കുന്ന പലക ഉണ്ടാക്കുക. അതിന്റെ പ്രോസസ്സ് നോക്കിയേ, എൻ്റെ നിങ്ങളുടെ ചിത്രമാണ്. കാരണം നമ്മൾ പത്രോസ് 2:5 വായിക്കുന്നുണ്ട്, നാമും ആ ജീവനുള്ള കല്ലുകളായി മാറി അവന്റെ അടുക്കൽ വന്ന് ജീവനുള്ള കല്ലുകളായി ദൈവത്തിന്റെ നിവാസമാക്കുവാൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മനോഹരമായ ചിത്രം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതുകൊണ്ട് ഞാനൊന്നും പറയാതെ നിവൃത്തിയില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് മനോഹരമായ ഒരു പഠനമുണ്ട്. നിങ്ങൾക്ക് ദീർഘമായി പഠിക്കാൻ ഞാനതൊന്ന് എളുപ്പം പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എടുത്താട്ടെ. ഈ ഇപ്പം പഠിക്കുന്നത് അവിടെ വ്യാഖ്യാനിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്ന വാക്കുകൾ നോക്കിയേ, ഈ പലകളോടുള്ള ബന്ധത്തിൽ എത്ര സത്യമാണെന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം. ആ 17-ാം അധ്യായത്തില് നമ്മൾ ആദ്യം കാണുന്നു, നമ്മളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. 6-ാം വാക്യം നോക്കിയാട്ടെ, 17-6. അവിടെ വായിക്കുന്നുണ്ട്, ക്ഷമിക്കണം, യോഹന്നാന്റെ സുവിശേഷമാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 6-ാം വാക്യം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. അതിന്റെ 15-ാം വാക്യത്തിലുണ്ട്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നവർ, ദേ ആർ ഔട്ട് ഓഫ് ദ വേൾഡ്, ഔട്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണിവർ. 2, 14-ാം വാക്യം നോക്കിയാട്ടെ, ഞാൻ ലൗകികനല്ലാത്തവരെ അവരും ലൗകികന്മാരല്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ആസ് ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ് ദേ ആർ ഓൾസോ നോട്ട് ഓഫ് ദ വേൾഡ്. 16-ാം വാക്യത്തിലുമുണ്ട്, നാം ലോകത്തിലുള്ളവരല്ല, നോട്ട് ഓഫ് ദ വേൾഡ്. 3, 11-ാം വാക്യം നോക്കിയാട്ടെ, 11-ാം വാക്യം, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. 12-ാം വാക്യത്തിലുമുണ്ട്, അവരെ ലോകത്തിൽ കർത്താവ് ഇരുത്തുകയാണ്. 13-ാം വാക്യത്തിലുമുണ്ട്, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ദേ ആർ ഇൻ ദ വേൾഡ്. അവസാനം 18-ാം വാക്യം നോക്കിയാട്ടെ, നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നു, ഇൻ ടു ദ വേൾഡ്. ഔട്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിൽ നിന്ന് അവരെ വേർതിരിച്ചു. അവർ ലോകത്തിനുള്ളവരല്ല, അവർ ലോകത്തിൽ ഇരിക്കുകയാണ്, അവരെ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഈ പലകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതേ ആശയം നമുക്ക് കാണാം. ലോകത്തിൽ നിന്ന് മുറിച്ചെടുത്തു, അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ വേരിറങ്ങിയിരുന്ന ആ വൃക്ഷങ്ങളെ, ആ മുറിച്ച് മരുഭൂമിയുമായിട്ടുള്ള ബന്ധം അതിനെ മാറ്റിയെടുത്തു.
അത് നിവരെ നിൽക്കുവാൻ 2 കുടുമകൾ ടെനോൺസ് ഉള്ള പലകളാക്കി അതിനെ തീർത്തു. യെസ്, ഇവിടെ ആ ചിത്രമുണ്ട്. നോക്കുക, ഇത് എത്ര മനോഹരമായ ഒരു ഭിത്തി പോലെ ഇരിക്കുന്നു. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, അതോരോ ഇൻഡിവിജ്വൽ പലകളാണ്. നമ്മൾ താഴെ അതിൻ്റെ ചിത്രം കാണുന്നുണ്ട്. ആ കതിരമരത്തിൻ്റെയും ചിത്രം അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ ആ കതിരമരം? ആ കതിരമരങ്ങൾ, യെസ്, നോക്കിയേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നേരെ നിൽക്കുന്ന മരങ്ങളല്ല. ആ കതിരമരം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിന്ന് മുറിച്ചെടുത്തു. അല്ലെങ്കിൽ ഇതിവിടെ മരുഭൂമിയിൽ കരിഞ്ഞു വീഴിന്റെ മരമാണ്. അവരെ അതിൻ്റെ വേരുകൾ മുറിച്ചു മാറ്റി. ഇന്ന് അതിന് നിൽക്കാനായിട്ട് നമ്മൾ ഓർത്തതുപോലെ നോക്കുക, ഈ അവസാനം നമ്മുടെ അടുക്കൽ കാണുന്ന ചിത്രം നോക്കിയാൽ 2 വെള്ളിച്ചോട്ടിൽ 2 കുടുമകൾ അല്ലെങ്കിൽ 2 ടെനോൺസ് ഉണ്ട്. ആ ടെനോൺസ് ആണ് അങ്ങോട്ട്, യെസ്, ആ ടെനോൺസ് ആണ് ആ വെള്ളിച്ചോട്ടിലോട്ട് കയറ്റിയിടുന്നത്. അത് നേരെ നിൽക്കുന്ന പലകയായിട്ട് മാറും. നേരെ നിൽക്കുന്ന പലകയായിട്ട് അത് മാറും. നമ്മൾ വീണ്ടും ഓർക്കുക, ഞാൻ ഓർത്തു, ഈ പലകകള് ഇന്ന് ലോകത്തോടുള്ള ബന്ധമോർത്ത് നേരത്തെ ലോകത്തിൽ നിൽക്കുകയാണ്. നേരത്തെ ലോകത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പലകയ്ക്കും ഈ ലോകത്തിനും മധ്യത്തിൽ ഒരു സാധനമുണ്ട്. അതെന്താ? വെള്ളിക്കട്ടയാണ്. വീണ്ടെടുപ്പ്, റാൻസം മണി. ഞാനും ലോകവുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിച്ചാൽ എനിക്ക് ലോകത്തിന് മധ്യത്തിൽ നിൽക്കുന്നത് കർത്താവിന്റെ വീണ്ടെടുപ്പാണ്. യെസ്, യെസ്, ഞാൻ നേരെ നിൽക്കുന്നുണ്ടെന്ന്. പക്ഷെങ്കിൽ ഞാൻ ലോകത്തിലുള്ളവനാണെങ്കിൽ ലോകത്തിലുള്ളവനല്ല. ലോകവുമായിട്ടുള്ള ബന്ധം ഈ വെള്ളി മാത്രമാണ്. വെള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ചുവടുകൾ വെള്ളിയാണ്. എൻ്റെ സഹോദരന്മാരെ, എത്ര മനോഹരമായി നമ്മെക്കുറിച്ചുള്ള പഠനം ഇവിടെ തരികയാണ്. ഇവിടം കൊണ്ട് തീരുന്നില്ല. നമുക്ക് തുടർന്ന് ഈ ഭാഗങ്ങൾ പഠിക്കാം. എത്ര പലകകൾ വേണം നോക്കുക. അതിൻ്റെ 2 വശത്തും 20 പലകകൾ വെച്ചാണ്. അതിൻ്റെ പുറകുവശത്ത് നമ്മൾ നോക്കിയാൽ 6 പലകകൾ എടുക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. 6. അതിൻ്റെ 6 പലകയുടെ കൂടെ ഈ 2 പലകകൾ കൂടെ എടുക്കണം. ഈ ചിത്രത്തിൽ കാണിക്കിയിരിക്കുന്ന പോലെയാണോ ഈ 2 പലകയെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാരണം ഞാൻ ഓർപ്പിക്കാം. അതായത് സമാഗമന കൂടാരത്തിന്റെ നീളം 30 മുഴമാണ്. 30 മുഴം. അതിവിശുദ്ധ സ്ഥലം 20 മുഴവും വിശുദ്ധ സ്ഥലം 10 മുഴവുമാണ്. വിശുദ്ധ സ്ഥലത്തിന്റെ നീളം 10 മുഴം, വീതി 10. അതിവിശുദ്ധ സ്ഥലത്തിന്റെ നീളം 10 മുഴം, അതിൻ്റെ വീതി 10 മുഴം, അതിൻ്റെ ഉയരം 10 മുഴം. അതിവിശുദ്ധ സ്ഥലം ഒരു ക്യൂബാണ്. നോക്കുക, അത് ആ വിധത്തിൽ പണിയപ്പെടണമെങ്കിൽ ഈ പലകയുടെ ഘനം ഏതാണ്ട് അര ക്യൂബിറ്റ് ഉണ്ട്. 1/2 ക്യൂബിറ്റ്. നമ്മളൊന്ന് ആലോചിച്ചേ, പുറകിൽ 6 പലക, 6 ഗുണം 1.5, ഒരു പലക 1.5 മുഴം നീളമാണ്. 6 ഗുണം 1.5 എന്ന് പറയുമ്പോൾ 9 അടി, 9 മുഴമായി. ഇനിയും അഡീഷണൽ ആയിട്ട് ഓരോ മൂലയ്ക്കും പലക വേണം. ആ പലക എങ്ങനെ വെച്ചിരിക്കുന്നുവെന്ന് വലിയൊരു പഠനമാണ്. എങ്ങനെയാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. ചിലർ പറയുന്നു നമ്മുടെ ഫോട്ടോ ഫ്രെയിം എടുക്കുമ്പോൾ ആ ഫോട്ടോ ഫ്രെയിമിന്റെ മൂല കണ്ടില്ലേ, അതുപോലെ അതിനെ വെച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നു, നോക്കുക, ഈ പുറകിലത്തെ പലക 6 എന്ന് പറയുന്നത് 9 മുഴമായി. പിന്നീട് ഇതിന്റെ ഘനം 1/2 മുഴമാണ്. അപ്പോൾ ഈ പലക ഒരു പക്ഷേ ചരിച്ചായിരിക്കാം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 വശത്തും അര കൊടുക്കും. അരയും കൂടെ നീളം കൊടുക്കുമ്പോൾ എത്രയായി? കൃത്യം 10ആയി. കൃത്യം 10ആകും. 6 പലക 1.5 മുഴം വെച്ച് അത് 9ആയി. 2 പലകയുടെ അഡീഷണൽ വരുന്നു, അത് ചരിച്ചായിരിക്കാം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അര 1, അങ്ങനെ 10ആയി. എങ്കിൽ മാത്രമേ ഈ അതിവിശുദ്ധ സ്ഥലം 10 മുഴം നീളം കിട്ടുകയുള്ളൂ. 10 മുഴം നീളം. ഏതായാലും അതങ്ങനെ നിൽക്കട്ടെ. അതിൻ്റെ നീളം, വീതിയും ഉയരവും സമമാണ്. അത് 10 മുഴമാണ്. അതെങ്ങനെയാണ് ആ മൂലയ്ക്കത്തുള്ള പലകൾ വെച്ചിരിക്കുന്നത് എന്നുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ചിലർ പറയുന്നു ഫോട്ടോ ഫ്രെയിമിൽ കാണുന്ന പോലെ മൂലപ്പലകൾ 2 എണ്ണം അങ്ങനെ ഒട്ടിച്ചു വെച്ചതാണെന്ന് പറയുന്നു. ആകാം. ഏതായാലും ഒക്കട്ടെ. ഇനി നമുക്ക് വേറെ ഈ പലകളെ ശ്രദ്ധിക്കണം. ഈ പടം ശ്രദ്ധിച്ചോണേ. ഈ പടം ശ്രദ്ധിച്ച്
ഇൻഡിവിജ്വൽ പലകളാണ്. പക്ഷെ ആ പലകൾ എത്ര കൃത്യമായിട്ട് ചേർന്ന് ദൈവത്തിന് വസിക്കാൻ ഒരു മന്ദിരമാക്കി മാറ്റി. പുറപ്പാട് ദിവസം 26-ാം അധ്യായം നമുക്ക് നോക്കാം. അതിൻ്റെ 26 തൊട്ടുള്ള വാക്യം നോക്കട്ടെ. ഖദിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം, ബാർസ്. തിരുനിവാസത്തിന്റെ ഒരു ഭാഗത്ത് പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിന്റെ മറുഭാഗത്ത് പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻഭാഗത്ത് പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിലൊരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ചെലുത്തണം. പലക പൊന്നുകൊണ്ട് പൊതിയണം. അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങളും പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം. അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ച പ്രകാരം നീ തിരുനിവാസം ഉണ്ടാക്കണം. ഈ പലകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ 5 അന്താഴം അല്ലെങ്കിൽ 5 ബാറുകൾ ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ കാണുമ്പോൾ ഈ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ 2 എണ്ണം അടുപ്പിച്ചും 2 എണ്ണം 4 എണ്ണം പുറത്തുണ്ട്. ഇത് ഈ 2 എണ്ണം വെച്ചാണെന്നാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇങ്ങനെയാണോ ഇച്ചിരൂടെ മാറ്റിയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 4 അന്താഴം പുറത്തും 1 അന്താഴം ഇതിൻ്റെ അകത്തൂടെ. മറ്റേ പലകയുടെ ചിത്രം ഒന്ന് നോക്കി. ഇവിടെ കണ്ടില്ലേ, ഒരെണ്ണം ഇതിൻ്റെ അകത്തൂടാ പോകുന്നത്. അപ്പോൾ നോക്കുക, പുറത്ത് 4 അന്താഴം ബാറുകളും 1 ബാറ് ഈ പലകകളുടെ ഒക്കെ നടുക്കൂടെ അകത്ത് പോവുകയാണ്. അങ്ങനെ ഈ ഓരോ പലകളും അടുപ്പിച്ച് വെച്ചിട്ട് ഈ ചൂടുകളിൽ അത് നേരെ നിൽക്കുമ്പോൾ ഈ അന്താഴങ്ങൾ അതിനെ കൂട്ടി യോജിപ്പിച്ച് ഒന്നിനോടൊന്ന് അതിനെ യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു സൂര്യപ്രകാശം പോലും ഇതിൻ്റെ ഇടയ്ക്കൂടെ അകത്ത് കിടക്കത്തില്ല. അത്ര കൃത്യമായി അത് ചേർന്നിരിക്കും. ഇതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിച്ചേക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം എടുത്ത്. പുതിയ നിയമത്തിന്റെ വിലപ്പെട്ട സത്യം. ഇത് വളരെ സന്തോഷിക്കേണ്ട ഒരു പാഠമാണ്. 2-ാം അധ്യായത്തിന്റെ 21, എഫേസ്യർ 2:21. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആ വാക്ക് നോക്കി, യുക്തമായി ചേർന്നു, ഫിറ്റ്ലി ഫ്രെയിംഡ് ടുഗദർ. ഒന്നുകൂടെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് നിറ്റ് ടുഗദർ. എന്നിട്ട് യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന് അതാതിന്റെ വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യാലും സ്നേഹത്തിൽ വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, കെട്ടിടം മുഴുവൻ യുക്തമായി ചേരണം, ഫിറ്റ്ലി ഫ്രെയിംഡ്. അവയ്ക്ക് ഒരു നീളമാണ്, അവയ്ക്കൊരു വീതിയാണ്, അവയ്ക്കൊരു ചുവടാണ്, അവയ്ക്ക് 4 അന്താഴം പുറത്തൂടെ, അവയ്ക്ക് 1 അന്താഴം അകത്തുകൂടെ, ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ പോയി അവയെ ഒന്നിപ്പിച്ചിരിക്കുന്നു. ആ പലകളെ കൃത്യമായി യോജിപ്പിച്ചൊരു ഭിത്തി പോലെയാക്കി. അതിന്റെ പേരാണ് എഫേസ്യർ 2:21 നമ്മൾ വായിച്ചത്. കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. എൻ്റെ സഹോദരന്മാരെ, ഇത് വളരെ മനോഹരമായ ഒരു പഠനമാണ്. ഇവിടെ പുതിയ നിയമ സഭയുടെ മനോഹരമായ ഒരു പഠനം നമുക്ക് തരികയാണ്. എന്താണെന്നറിയാമോ? ഇത് എന്തിനാണ് ഈ പലകളൊക്കെ ഇങ്ങനെ യുക്തമായി ചേർന്നത്? അതിൻ്റെ പ്രധാന കാരണം അവയ്ക്കെല്ലാം ഒരു ഫൗണ്ടേഷനാണ്, കൃത്യ അളവിലുള്ള ഒരു ഫൗണ്ടേഷൻ. 2, അവയ്ക്കെല്ലാം ഒരു കോമൺ ഹെറിറ്റേജ് ഉണ്ട്. നമ്മൾ നോക്കാം, എഫേസ്യ ലേഖനം നമുക്ക് നോക്കാം. 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ അതങ്ങ് വായിക്കാം. ആത്മാവിന്റെ ഐക്യത സമാധാനബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം 1, ആത്മാവ് 1, കർത്താവ് 1, വിശ്വാസം 1, സ്നാനം 1, എല്ലാവരിൽ മീതെയുള്ള എല്ലാറ്റിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവമായ പിതാവുമായവൻ ഒരുവൻ. നമ്മൾ ഇവിടെ വായിക്കുന്നു 1, 1, 1, 1. നോക്കുക, ആത്മാവ് 1, കർത്താവ് 1, വിളിച്ചിരിക്കുമ്പോൾ ശരീരം 1, വിശ്വാസം 1, സ്നാനം 1. എൻ്റെ സഹോദരന്മാരെ, നമ്മളെ ഒരു ഏകത്വം, യൂണിറ്റിക്ക് വേണ്ടി വിളിച്ചിരിക്കുക. നമ്മളിവിടെ വായിച്ചെന്താ? 3-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം 1. വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മള്
വീണ്ടും നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ 12-ാം വാക്യത്തിൽ ശുശ്രൂഷകൾ നടക്കണം, സഭയിൽ ശുശ്രൂഷകന്മാരെ കൊടുക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത തികഞ്ഞു വരണം. വിശ്വാസം ഒന്ന്, വിശ്വാസത്തിന്റെ ഐക്യത ഉണ്ടാകാൻ ശുശ്രൂഷകൾ നടക്കുകയാണ്. എന്താ ഇതിന്റെ ആശയം? ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു വിശ്വാസമുള്ളവർക്കേ ഒന്നിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞ വാക്ക് അണ്ടർലൈൻ ചെയ്തോണേ. ഒരു വിശ്വാസമുള്ളവർക്കേ ഒന്നിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതായത് അതുകൊണ്ടാണ് വിശ്വാസം ഒന്ന്, വിശ്വാസ പ്രമാണം ഒന്ന്, വിശ്വാസത്തിന്റെ ഐക്യത ഉണ്ടാകാൻ നമ്മൾ അതിൻ്റെ വിശ്വാസത്തിന്റെ, അതായത് വിശ്വാസത്തിന്റെ ഐക്യത ഉണ്ടാകണം. വിശ്വാസത്തിന്റെ ഐക്യത. ഒരു വിശ്വാസമുള്ളവരാണ് ഒന്നിച്ചു നിൽക്കുന്നത്. നമ്മൾ കണ്ടു, ഒരേ ആത്മാവ് ഒന്ന്. ഈ പലകളെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ പലകളുടെയും അകത്തൂടെ ഒരു അന്താഴം പോകുന്നുണ്ട്, ഒരു ബാറ്. നമ്മളിലെല്ലാം വ്യാപരിക്കുന്ന ഒരേ ആത്മാവ്. എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് തന്നെയാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നത്. നിങ്ങളിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവാണ് മറ്റൊരാളിൽ വ്യാപരിക്കുന്നത്. ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നവരുടെ എല്ലാം ഉള്ളിലൂടെ കാണാൻ കഴിയാത്തൊരു ഒരു കമ്പ്, ഒരു ബാറ് പോയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൂടെ കടന്നുപോയി. എന്നാൽ മറ്റൊരു കാര്യം, പുറത്തുള്ള 4 പലകൾ 4 ബാറുകൾ എന്താണ്? പുറത്തുള്ള 4 ബാറുകൾ എന്താണ്? നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്താട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം നോക്കിയാട്ടെ. 41 തൊട്ട് വായിക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ദൈവസഭയുടെ മനോഹരമായ ചിത്രമാണ്. നോക്കുക, പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ടു. ആ 3000 പേര് ദൈവസഭയോട് ചേരുകയാണ്. അവർ ചെയ്ത 4 കൂട്ടം കാര്യമുണ്ട്. എന്തൊക്കെയാണ്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, 2 കൂട്ടായ്മ ആചരിച്ചു, 3 അപ്പം നുറുക്കി, 4 പ്രാർത്ഥന കഴിച്ചു. 4 കൂട്ടം കാര്യം സഭയെ ഒന്നാക്കി നിർത്തുകയാണ്. ഈ 4 കൂട്ടം കാര്യം ഒരു സ്ഥലസഭ ഒന്നിച്ചു വന്ന് ദൈവജനം പഠിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഒരു ദൈവസഭയെ ഒന്നിച്ചു വന്ന് അവരൊന്നിച്ച് കൂട്ടായ്മ ആചരിക്കുന്നു. പല വിധത്തിലുള്ള കൂട്ടായ്മയുണ്ട്. സാമ്പത്തിക കൂട്ടായ്മയുണ്ട്, അവരൊന്നിച്ച് ഭക്ഷിക്കുന്ന കൂട്ടായ്മയുണ്ട്, അവരൊന്നിച്ച് സമയം ചെലവഴിക്കുന്ന കൂട്ടായ്മയുണ്ട്. നോക്കുക, ഒന്നിച്ച് അവർ സമയം ചെലവഴിക്കുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസ പ്രമാണം ഒന്നായി മാറുന്നു. അങ്ങനെ ഒരു വിശ്വാസമുള്ളവർ ഒന്നിച്ചു നിൽക്കുന്നു. 2 അവര് ഒരേ കൂട്ടായ്മ ആചരിക്കുന്നു. 3 അപ്പം നുറുക്കുന്നു. യേശുക്രിസ്തു കൽപ്പിച്ചാക്കി അപ്പവീഞ്ഞുകൾ കൊടുത്ത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ആ അപ്പം നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നു, പലരായിരിക്കുന്ന നാം, അപ്പം ഒന്നാകൊണ്ട് പലരായിരിക്കുന്ന നാം ഒന്നാണെന്നുള്ളത് കാണിക്കുന്നു. ഒരപ്പം ദൈവസഭ ഒന്നാണെന്ന് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ മാത്രമല്ല, പലരായി നാം ഒരു ശരീരമെന്നുള്ളത് ആ അപ്പം പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരന്മാരെ, എത്ര മനോഹരമായ ചിന്തയാണ്. മാത്രമല്ല, സഭയാണ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. ആരാ പ്രാർത്ഥിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇന്ന് ഇതിൽ നിന്നൊക്കെ എത്രയോ വിഭിന്നമായ ഒരു പ്രതലത്തിലേക്ക് മാറിക്കഴിഞ്ഞു സഭ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കണം, ആരും തെറ്റിദ്ധരിക്കരുത്. ഈ പലകൾ നേരെ നിൽക്കാതെ ഒരു വശത്തോട്ട് ചരിഞ്ഞു പോയാൽ വിടവുണ്ടാകും. നമ്മൾ ഓർത്തതുപോലെ യുക്തമായി ചേരുവാൻ നിവൃത്തിയില്ല. അപ്പോൾ ദൈവസഭയ്ക്ക് ഒരേ വിശ്വാസ പ്രമാണം, നേരെ നിൽക്കണം, ഒരേ പ്രമാണം.
അവരൊന്നിച്ചു പ്രാർത്ഥിക്കും. അല്ലാതെ അവരിൽ കുറച്ചു പേര് കൂടി വേറെ പ്രാർത്ഥിക്കുകയല്ല, അവരൊന്നിച്ചു പ്രാർത്ഥിക്കും. കാരണം എന്താ? അവരുടെ ഐക്യത നിലനിൽക്കണം. അല്ലെങ്കിൽ ഈ പലകൾ ഒരു വശത്തോട്ട് ചരിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ യുക്തമായി ചേർന്നൊരു ഒരു 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 ഭവനമായി തീരത്തില്ല. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ഐക്യത, അത് സൂക്ഷിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ ഭാഗം ഒന്നുകൂടെ ഊന്നി പറയട്ടെ. ഈ പലകകളെ ദൈവം തൻ്റെ നിവാസമാക്കി തീർക്കുകയാണ്. എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ സ്ഥലസഭകളെ, നമ്മളൊക്കെ വ്യക്തികളാണെങ്കിലും ആ വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ഓർത്താൽ മരുഭൂമിയിൽ കരിഞ്ഞു വീഴേണ്ട നമ്മളെ, ആ ലോദേബാരിൽ കഴിഞ്ഞിരുന്ന നമ്മളെ മുറിച്ചെടുത്തു കൊണ്ടുവന്നു. നമ്മുടെ വേരുകൾ മരുഭൂമിയിലായിരുന്നു, അത് മുറിച്ചു മാറ്റി. ഇന്ന് നമുക്ക് 2 കാലുകളുണ്ട്. ആ കാലുകൾ വെള്ളിക്കട്ടയിലേക്ക് ഇറങ്ങി യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലായി. അങ്ങനെ ആ പലകൾ നിവർന്നു നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഓരോ പലകളായിട്ട് നിൽക്കുവാനല്ല, യുക്തമായി ചേർന്ന് ദൈവത്തിന് നിവാസമായി നമ്മൾ തീരണം. ആ യുക്തമായി ചേരുവാൻ 5 ബാറുകൾ, 4 ബാറുകൾ പുറത്ത്, 1 ബാർ അകത്ത്. ഈ പലകൾ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ഈ ബാറുകൾ 4 എണ്ണം പുറത്തുകൂടെ കയറ്റുമ്പോൾ 1 എണ്ണം അകത്തൂടെ പോവുകയാണ്. അകത്തൂടെ പോകുന്നത് കാണാൻ കഴിയുന്നില്ല. നമ്മളിൽ എല്ലാവരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരേ ആത്മാവ്, ഒരേ സ്പിരിറ്റ്. പുറത്തുകൂടെ നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന 4 ഘടകങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശം, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരേ വിശ്വാസ പ്രമാണം. ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ മൂലം ആ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഉറക്കുകയാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിൽ വായിച്ച പോലെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരേ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരികയാണ്. 2, ആ 4 ബാറുകൾ കൃത്യമായി അവയെ ചേർത്ത് കഴിയുമ്പോൾ അവയെ ഒരു വീട് പോലെ യുക്തമായി, ഒരു ഭവനമായി, ദൈവത്തിന്റെ നിവാസമായി അവരെ പണിതു വരികയാണ്. സഭയുടെ ഐക്യത എത്ര പ്രാധാന്യതയുള്ളതാണ്. ദൈവം ആവശ്യപ്പെട്ടു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക. Endure to keep the unity of the spirit in the bond of peace. ഈ സ്വർണ്ണ വളയങ്ങൾ, ഇത് കയറ്റിയിടുവാനായിട്ട് വളയങ്ങളുണ്ട്. ആ വളയങ്ങൾ വാസ്തവത്തിൽ സ്നേഹത്തെ കാണിക്കുന്നു. റിംഗ്സ് were used to hold the bar. ഈ ബാറുകളെ പിടിച്ചു നിർത്താൻ, ആ പലകളെ യോജിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ആ റിങ്ങുകൾ. ആ റിങ്ങുകൾ സ്നേഹത്തെയും പരസ്പരമുള്ള ക്ഷമയൊക്കെ കാണിക്കുന്നു. കൊലോസ്യർ 3:14 വായിക്കുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. എല്ലാറ്റിലും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു. നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 34-ഉം 35-ഉം വാക്യം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. കൊലോസ്യർ 3:14 എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ഈ പലകളുടെ എല്ലാം മുകളിൽ 2 സ്വർണ്ണ വളയങ്ങളുണ്ട്. ആ 2ഓ 4ഓ ആ വളയങ്ങൾ ഈ ബാറുകളെ അതിനകത്തൂടെ കടത്തി അവയെ ഒന്നിപ്പിച്ച് നിർത്തുന്നു. ഞാനിവിടെ നിർത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ കോർണർ പലകയുണ്ട്. ആ കോർണർ പലക 2 എണ്ണം വെച്ചുണ്ടാക്കണമെന്ന് പ്രത്യേകം രേഖപ്പെടുത്തി. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. അതെങ്ങനെ പണിയണം നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വായിച്ചേക്കാം. നമുക്ക് പുറപ്പാട് ദിവസം 26-ാം അധ്യായം നോക്കിക്കാട്ടെ. പുറപ്പാട് ദിവസം 26-ാം അധ്യായം. പുറപ്പാട് ദിവസവും 26-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, 23 തൊട്ട്. 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. അവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. 2നും ഇങ്ങനെ തന്നെ വേണം. അവ 2ഉം മൂലയ്ക്കിരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചോടും. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ 2 പലകളാണ് മൂലയ്ക്കുള്ളത്. മൂലപ്പലകൾ ഈ 2 എണ്ണം വെച്ച. ഇവിടെ ചിത്രത്തിൽ 2 എണ്ണം ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുക.
നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു 1/2 ക്യൂബിറ്റിന്റെ ഘനം രണ്ട് വശത്തും ഉണ്ടാകണം, എങ്കിലേ അത് കൃത്യമായി 10 ക്യൂബിറ്റ് ആകുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ്, അത് തിരിച്ചു വെച്ചാണ് നമ്മൾ ഓർത്തതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുന്ന പോലെ, അതിൻ്റെ കോണർ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കാം അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നറിയില്ല. ഒരു കാര്യം തീർച്ചയാണ്, ആ സമാഗമന കൂടാരത്തിൻ്റെ ആ അതിവിശുദ്ധ സ്ഥലം 10 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരമുണ്ട്. വിശുദ്ധ സ്ഥലം 20 മുഴം നീളവും 10 മുഴം ഉയരവുമുണ്ട്. അതിൻ്റെ 10 മുഴം വീതിയുമുണ്ട്. നമുക്ക് നോക്കാം. ആ മൂലപ്പലകൾ നമ്മൾ ഓർക്കണം, ഈ പലകൾക്ക് ബലം കൊടുക്കുവാൻ, അവയെ കുറച്ചുകൂടെ ഉറപ്പിച്ചു നിർത്താൻ കൊടുത്തിരിക്കുന്നതാണ് ഈ മൂലപ്പലകൾ. ദൈവസഭയിൽ അങ്ങനെയുള്ളവരുണ്ട്. ദൈവസഭയിൽ അങ്ങനെയുള്ളവരുണ്ട്, മറ്റുള്ളവരെ പിടിച്ചു നിർത്താൻ. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ 12:8 വാക്യം നോക്കിക്കാട്ടെ. 1 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 8 വാക്യം. 1 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അതിൻ്റെ 12:8 വാക്യം. 12:8 വാക്യത്തില് ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ഇവിടെ വായിക്കുന്നു, ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. ദൈവസഭയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യുവാൻ കുറച്ചുകൂടെ പരിജ്ഞാനം ലഭിച്ച ആളുകളുണ്ട്. അവരായിരിക്കാം ഈ മൂലപ്പലകൾ. ഞാനിവിടെ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, എത്ര വ്യക്തമായി ഈ പലകൾ നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കുന്നു. സമാഗമന കൂടാരം ഉണ്ടാക്കിയ അതിൻ്റെ മനോഹരമായ ചിത്രം നമുക്കിതിലൂടെ പഠിക്കുമ്പോൾ പുതിയ നിയമസഭയിൽ നമ്മളെ വ്യക്തികളായി നമ്മളെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ നിവാസമായി ദൈവത്തിൻ്റെ ഭവനം പണിതെടുക്കുന്നതിൻ്റെ മനോഹരമായ ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവൻ്റെ അടുക്കൽ വന്ന് ജീവനുള്ള കല്ലുകളായി നമ്മൾ ആത്മീയഗൃഹമായി പണിയപ്പെടുന്നു എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. അത് മനോഹരമായ ഒരു പഠനം, അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ മനോഹരമായ ചിത്രമാണ് സമാഗമന കൂടാരത്തിൻ്റെ ഈ പലകളും അതോടുള്ള ബന്ധത്തിലുള്ള പണികളും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.